കല്ലാടിയിലെ മണ്ണിടിച്ചിലിലും ഒഴുകി വന്ന ടാങ്കർ ലോറിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് മീനാക്ഷി സ്വദേശിയായ മുസ്തഫ. അപകട സമയത്ത് ബസ് സ്റ്റോപ്പിലുണ്ടായ മുസ്തഫ അതിവേഗം പാലം ഓടിക്കടക്കുകയായിരുന്നു. ഈ ദുരന്തത്തിൽ അദ്ദേഹത്തിന്റെ കടയ്ക്കും വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. മീനാക്ഷി സ്വദേശിയായ മുസ്തഫ അത്ഭുതകരമായാണ് രക്ഷപ്പെടുന്നത്. മാത്രമല്ല വെള്ളത്തിൽ നിന്ന് മാത്രമല്ല തൊട്ടു പിന്നിലേക്ക് നിയന്ത്രണം വിട്ടു വന്ന ടാങ്കർ ലോറിയിൽ നിന്ന് പോലും അത്ഭുതകരമായാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. മുസ്തഫ ശരിക്കും രണ്ടാമത്തെ ജന്മം എന്ന് പറയുന്നത് ജന്മം തന്നെയാണ് പറയാം. അത്ര ഇതാണ് കാണുന്ന അങ്ങനെ ആയിരുന്നു കണ്ടത്. ഞാൻ കൽപ്പറ്റയിലേക്ക് പോവുകയായിരുന്നു. ബസ് ഇവിടെ കൈനീട്ടം നിർത്തില്ല, അവർ സ്റ്റോപ്പിൽ മാത്രം നിർത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ കാരണം. അങ്ങനെ ഞാൻ ഈ ദുരന്തത്തിൽ പെടുന്നത് അത്ഭുതകരമായിട്ട് തന്നെ രക്ഷപ്പെട്ടതെന്ന് പറയാം. പിന്നെ എന്റെ ഉപജീവന മാർഗം ഈ കട, ഈ കട തൊട്ടടുത്ത കട എന്റെ ഉപജീവനം. അപ്പൊ അതുവരെ തുറക്കാൻ വീടും ഭീഷണിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് അതിനായിട്ടൊരു തീരുമാനം എടുത്ത് പുനരധിവാസത്തിനോ അല്ലെങ്കിൽ എന്താ അതിന്റെ അവര് ചെയ്തു തരണം സർക്കാർ അയക്കുന്നത്. ആദ്യം ചെറുങ്ങനെ വെള്ളം വന്നു, രണ്ടാമതാണ് ശബ്ദവും എല്ലാം കൂടി ഒന്നിച്ച് നല്ല ശബ്ദം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത് മണ്ണ്. കുറെ ആളുകൾ ഉണ്ടായിരുന്നു മുസ്തഫയുടെ സമയത്ത്, കുറെ ആളുണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ പിന്നെ സെക്യൂരിറ്റി റൂമിലാണ് കയറിയത്. അവരെവിടെയാണ് ആദ്യം നോക്കണം. ഞാൻ ദൃക്സാക്ഷിയാണ് ഞാൻ കണ്ട. സെക്യൂരിറ്റി റൂമിൽ ആൾക്കാർ ഹെൽമെറ്റ് ഇട്ടാണ് കയറിയത്. ഹെൽമെറ്റും കോട്ടും അവർക്ക് ലേബർമാർക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ ഭാഗം അടക്കം പോയിട്ടുണ്ട്. നല്ല പരിക്കുണ്ടോ? നല്ല മുട്ടിനും എന്റെ കൈമുട്ടിനും കാലിനും മുട്ടിനും പരിക്കുകളുണ്ട്. മിംസിൽ ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വന്നതാണ്. ശരിക്കും ഈ നാട്ടുകാരനായതുകൊണ്ട് പുഴയുടെ ഒഴുക്കൊക്കെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഓടാൻ കാരണം. അല്ലെങ്കിൽ റൈറ്റിലേക്കാണ് ഞാൻ കൂടെ പോയിട്ടുണ്ടാവും. അതുതന്നെയാണ്, തീർത്തും അത്ഭുതകരമായി തന്നെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ചില സംശയങ്ങൾ കൂടി മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടി പുഴയുടെ ഇരുകരകൾ കൂടി കൃത്യമായ രീതിയിൽ ഒന്നുകൂടി തിരച്ചിൽ നടത്തണമെന്ന് തന്നെയാണ് മുസ്തഫ പറഞ്ഞു വെക്കുന്നത്. ഷിജിൻ നരപ്പേറ്റയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, വയനാട്.